മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല അഭിഷേക ശേഷമുള്ള നെയ് വിൽപ്പനയിലെ ക്രമക്കേട് ദേശീയ തലത്തിൽ ചർച്ചയാക്കി ബിജെപി. ശബരിമലയിൽ ഭരണപക്ഷ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും വ്യാപക അഴിമതിയാണ് നടക്കുന്നതെന്നാണ് ബിജെപിയുടെ ആരോപണം. അതേസമയം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശപ്രകാരം ക്രമക്കേട് അന്വേഷിക്കാൻ വിജിലൻസ് ഡയറക്ടർ ഉടൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 1 മാസത്തിനകം നൽകണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. നെയ് വിൽപ്പനയിലൂടെ ലഭിച്ച 13.67 ലക്ഷം രൂപ തിരിച്ചടച്ചില്ല എന്നാണ് കണ്ടെത്തൽ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ശബരിമലയിലെത്തുന്ന ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഈ അഭിഷേകം ചെയ്ത നെയ്യ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വാഭാവികമായും കേരളത്തിന് പുറത്തുള്ള വിശ്വാസികൾക്കൊക്കെ അതൊരു വികാരപരമായ കാര്യമാണ്. അവിടെ അഴിമതി നടന്നു എന്നാണ് ഇപ്പോൾ ആരോപണം. എങ്ങനെയാണിത് ബിജെപി ചർച്ചയാക്കുന്നത്? കോടതിയുടെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ എങ്ങനെയാണ്? ശ്രീജ, അഭിഷേക ശേഷമുള്ള നെയ്യ് കൗണ്ടറിലെത്തിച്ച് ഭക്തർക്ക്, അതായത് അഭിഷേകം നടത്താൻ കഴിയാത്ത ഭക്തർക്ക് വേണ്ടിയിട്ടാണ് ഈ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. അതിലും കൊള്ള നടത്തി എന്നുള്ള കണ്ടെത്തലിലാണ് ഹൈക്കോടതി ഞെട്ടൽ രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ സ്വർണ്ണക്കൊള്ളയുടെ വിവിധ വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ബിജെപി അത് ദേശീയ തലത്തിലും ചർച്ചയാക്കുകയാണ്. പ്രത്യേകിച്ചും സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് നിരന്തരം ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് അഭിഷേക നെയ്യ് വിൽപ്പനയിലും ഈ വൻ തുകയുടെ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണം വേണം, അതുപോലെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 1 മാസത്തിനകം അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ദേവസ്വം ബെഞ്ചിന്റെ തന്നെ നേതൃത്വത്തിലാണ് ഈ വിജിലൻസ് അന്വേഷണം നടക്കുക. ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രത്യേക സംഘത്തെ നിയോഗിച്ച് അന്വേഷിക്കാനാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഹൈക്കോടതി ഉത്തരവ് നൽകിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, ഈ ആടിയ നെയ്യ് വിൽപ്പനയാണ് കൗണ്ടറിലാണ് അതായത് ഈ ആടിയ നെയ്യ് വിൽപ്പനയിലാണ് ഈ ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് അഭിഷേകം നടത്താൻ കഴിയാത്ത ഭക്തരാണ് ഈ നെയ്യ് വാങ്ങുന്നത്. ഈ ആടിയ ശിഷ്ടം നെയ്യ് വിൽപ്പനയിൽ നടന്ന ഈ വലിയ ക്രമക്കേട് 13,679 രൂപയുടെ നെയ്യാണ് വകയിരുത്തിയതാണ്. അത് കണക്കിലെടുത്താണ് ഈ ദേവസ്വത്തിന്റെ അക്കൗണ്ടിലേക്ക് ആ പണം വന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ സുനിൽകുമാർ പോറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ അന്വേഷണങ്ങൾ നടക്കുന്നതും ഇത്തരം ഗുരുതരമായ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടുള്ളതും ഈ ഉദ്യോഗസ്ഥനെ ചുറ്റിപ്പറ്റി തന്നെയാണ്. കൃത്യമായ അന്വേഷണ റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശം. പക്ഷേ നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയ തലത്തിൽ ശബരിമലയിലെ വിഷയം, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദങ്ങൾ അങ്ങേയറ്റം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ നെയ്യുടെ കാര്യത്തിലും ഈ വലിയ വിവാദമുണ്ടാകുന്ന നെയ്യ് വിൽപ്പനയിലും വലിയ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ വലിയ ഞെട്ടലുമാണ് ഹൈക്കോടതി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ദേശീയ തലത്തിലേക്ക് ചർച്ച ഉയർന്ന തലത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ നെയ്യുടെ വിഷയം കൂടിയായപ്പോൾ ശബരിമലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്രീജ, ശരി, ആജ്ഞയാണ് വിവരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റെയ്സിന കുന്നിനടുത്തുള്ള പുതിയ ഓഫീസിലേക്ക് മാറുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സൗത്ത് ബ്ലോക്കിലാണ് പ്രവർത്തിച്ചിരുന്നത്. സെൻട്രൽ വിസ്ത ഏരിയയുടെ ഭാഗമായി നിർമ്മിച്ച സേവാ തീർത്ത് കോംപ്ലക്സ് ആണ് പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ്. സേവാ തീർത്ത് 1-ൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും, സേവാ തീർത്ത് 2-ൽ ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റും, സേവാ തീർത്ത് 3-ൽ ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ ഓഫീസുമുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും രൂക്ഷ വിമർശനവുമായി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ അധികാരങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ടും കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 54 ലക്ഷം പേരുകൾ നീക്കം ചെയ്തും വിവാഹശേഷം കുടുംബ പേരുകൾ മാറ്റിയ സ്ത്രീകളുടെ പേരും മാറ്റി. AI സംവിധാനം ഉപയോഗിച്ചാണ് പേരുകൾ നീക്കം ചെയ്തത്. പേരുകൾ വെട്ടാൻ വൻതോതിൽ എന്യൂമറേഷൻ ഫോമുകൾ കൊണ്ടുപോകുന്നതിനിടെ BJP പ്രവർത്തകർ പിടിയിലായെന്നും മമതാ ബാനർജി ആരോപിച്ചു. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് ട്രെൻഡ്സിന്റെ സമയമാണ്. വളരെ വിശദമായി തന്നെ വാർത്തകൾ പരിശോധിക്കാം. പ്രത്യേകിച്ച് നമുക്കൊക്കെ ആകാംക്ഷയോടെ നമ്മളൊക്കെ ഉറ്റുനോക്കുന്നത് 11:30-ക്കുള്ള ജോസ് കെ മാണിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് കൂടിയാണ്. ന്യൂസ് ട്രെൻഡ്സ് കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.